പാസഞ്ചർ എന്ന് പറയുന്നൊരു സിനിമ ഉണ്ടാക്കണം, എൻ്റെ ആകെ ഉണ്ടായിരുന്ന സ്ക്രിപ്റ്റായിരുന്നു. ആ സിനിമ ഉണ്ടാക്കിയത് ഒരിക്കലും ഇവിടുത്തെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടല്ല, എനിക്ക് വേണ്ടി ഉണ്ടാക്കിയൊരു സിനിമയാണ്. 4 ദിവസം കൊണ്ട് നമ്മൾ എടുക്കാൻ പ്ലാൻ ചെയ്ത ക്ലൈമാക്സ് ആണ് നമ്മൾ 6 ദിവസം കൊണ്ടാണ് ഷൂട്ട് ചെയ്തത്. പക്ഷേ എനിക്ക് നിരാശയുള്ള ഒരു സിനിമയാണ് അർജുൻ സാക്ഷി. ഞാൻ ഒരു എഴുത്തുകാരനായിട്ടാണ് ഒരു മീഡിയ ഫീൽഡിലേക്ക് വരുന്നത്. അപ്പോൾ ആദ്യം സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ചെറുകഥകൾ എഴുതിയിരുന്നു, പോയട്രി ചെറുതായിട്ടൊക്കെ എഴുതിയിരുന്നു. അത് കഴിഞ്ഞ് തിരക്കഥ എഴുതുന്നത് സീരിയലിനാണ് ആദ്യമായിട്ട് തിരക്കഥ എഴുതുന്നത്. അപ്പം എൻ്റെ ആദ്യത്തെ സ്ക്രീൻ പ്ലേ വരുന്നത് നിഴലുകൾ എന്ന് പറഞ്ഞിട്ട് ഏഷ്യനെറ്റിൽ വരുന്നൊരു സീരിയലാണ്. 1999 ആ സമയത്താണ് ആ സീരിയൽ വരുന്നത്. അന്ന് ഞാൻ ജസ്റ്റ് പഠിത്തം കഴിഞ്ഞിട്ടേ ഉള്ളൂ, എഞ്ചിനീയറിങ് കഴിഞ്ഞിരിക്കുന്നൊരു സമയത്താണ് ആ സീരിയൽ വരുന്നത്. അപ്പം അത് കഴിഞ്ഞ് സീരിയലുകൾക്ക് വേറെയും തിരക്കഥകൾ എഴുതിയിരുന്നു. ഒരു 2003 ഒരു ബെസ്റ്റ് സ്ക്രീൻ പ്ലേക്കുള്ള സ്റ്റേറ്റ് അവാർഡ് ഞാൻ എഴുതിയ അമേരിക്കൻ ഡ്രീംസ് എന്ന് പറഞ്ഞിട്ടൊരു സ്ക്രിപ്റ്റിനായിരുന്നു. അങ്ങനെ 3-4 തിരക്കഥകൾ എഴുതി. അപ്പോഴൊക്കെ ആഗ്രഹം സിനിമയിൽ സ്ക്രിപ്റ്റ് എഴുതുക എന്നുള്ളതാണ്, സംവിധാനം ചെയ്യാമെന്ന് പറഞ്ഞ ആഗ്രഹം വന്നൊന്നുമില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനൊരു 2003 ഒക്കെ ആയപ്പോഴാണ്, ഈ സമയത്തെല്ലാം സിനിമയ്ക്ക് വേണ്ടി വളരെ ആക്റ്റീവായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇൻ ബിറ്റ്വീൻ ടെലിവിഷൻ വന്നപ്പോൾ നമ്മളതിൽ ബിസി ആയിപ്പോയി. പിന്നെ ജോലി അപ്പോഴത്തേനും തുടങ്ങിയിരുന്നു. ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു സമയത്ത് എനിക്ക് ടെലിവിഷൻ റൈറ്റിംഗ് എനിക്ക് ഭയങ്കരമായിട്ട് ബോറടിച്ചു തുടങ്ങി. അതായത് നമ്മൾ റൈറ്റിംഗ് നമുക്ക് ശരിക്കും ബേസിക്കലി ഏറ്റവും ഇഷ്ടമുള്ള സംഭവമാണ് എഴുതുക എന്ന് പറയുന്നത്. അപ്പോൾ ആ എഴുത്തിനെ പോലും നമുക്കൊരിഷ്ടം കുറച്ച് പോകുന്നൊരു വല്ലാത്തൊരു ജോലിയാവുന്നൊരു അവസ്ഥയിലോട്ട് പോയി തുടങ്ങി. ഒരു ദിവസം 2 എപ്പിസോഡൊക്കെ മസ്റ്റായിട്ട് എഴുതുക എന്ന് പറഞ്ഞൊരു അവസ്ഥയിൽ അത് ഫിനാൻഷ്യലി നല്ലതാണെങ്കിൽ പോലും എനിക്കത് ഭയങ്കരമായിട്ട് ബോറടിച്ചു തുടങ്ങി. അപ്പോൾ ഞാനൊരു ബോധപൂർവ്വം ഒരു ഡിസിഷൻ എടുത്തു, എഴുതുന്നില്ല, അപ്പോൾ എഴുത്ത് നിർത്തുകയാണ്. ഐ എം നോട്ട് റൈറ്റിംഗ് ഫോർ ടെലിവിഷൻ എനിമോർ. ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു സ്റ്റോറി ലൈനായിരുന്നു പാസഞ്ചറിൻ്റെ. അപ്പോൾ അതൊരു സ്ക്രീൻ പ്ലേ ഫോർമാറ്റിലാക്കി. അപ്പോൾ അത് സ്ക്രിപ്റ്റ് എഴുതണം എന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് നന്നായിട്ട് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നു ഇവിടെയുള്ള നല്ല ഡയറക്ടേഴ്സിനെയൊക്കെ സമീപിച്ചു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്കൊരു സിങ്ക് ഉണ്ടാക്കാൻ പറ്റില്ല അവരായിട്ട്. പല ഡയറക്ടേഴ്സിനും അതിൻ്റെ ക്ലൈമാക്സിനോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. ബിക്കോസ് അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യപ്പെടാത്ത ഒരു ആരും അറിയപ്പെടാതെ പോകുന്നൊരു ഹീറോനെ ജനങ്ങൾ കമേഴ്ഷ്യലി സ്വീകരിക്കാൻ സാധ്യതയില്ല. ചിലർക്ക് അതിൽ പാട്ടുകൾ ആഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു, ചിലർക്ക് അതിൽ ഫൈറ്റ് വേണമെന്നുണ്ടായിരുന്നു. അപ്പം അതിൽ അന്നത്തെ മലയാള സിനിമയുടെ ഒരു അവസ്ഥയും കൂടെ ഉണ്ട്. അപ്പോൾ ഇന്ന് മലയാള സിനിമ കുറേ മാറ്റം ഉണ്ടായിരുന്നു, അന്ന് അങ്ങനെയല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ഒരു സിനിമ ഉണ്ടാക്കാം, പിന്നെ എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ അന്ന് ഞാൻ സോഫ്റ്റ്വെയറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തത് അന്ന് ഇൻ കേസ് അപ്പോൾ ആ സിനിമ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാം എന്നാണ് തീരുമാനിച്ചത്. അപ്പോൾ അപ്പോഴും ഈ വീടുണ്ട്, ഒരു ഫ്ലാറ്റ് എല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വി ക്യാൻ അഫോർഡ് ടു ഡു ഇറ്റ്. നമ്മളായിട്ട് ഉണ്ടാക്കിയതാണ്, നമ്മൾ ജോലി ചെയ്തത്. എൻ്റെ വൈഫും ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഐ വിൽ ടേക്ക് ദ പ്ലഞ്ച്. കാരണം എനിക്ക് തോന്നിയിരുന്നു 30 വയസ്സാവുന്നതിന് മുമ്പ് ആ സിനിമ സെൻസർ ചെയ്യണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. അത് റിലീസ് ചെയ്യണം, അല്ലെങ്കിൽ അത് തിയേറ്ററിലെത്തണം, അല്ലെങ്കിൽ അത് ഇറങ്ങിയ 6-7 വർഷം കഴിഞ്ഞുള്ള സംസാരിക്കുന്നത് ചിന്തിച്ചിട്ടേ ഇല്ല. എനിക്ക് തോന്നുന്നു ആ ആഗ്രഹം സത്യസന്ധമായിരുന്നു കൊണ്ട് തന്നെയാണ് തോന്നുന്നു ആ സിനിമ നന്നായിട്ട് വന്നു. അപ്പോൾ അതുണ്ടാക്കാൻ എത്ര പണം വേണ്ടി വരും? അപ്പോൾ ആ പണം എഗെയിൻ ആ പണത്തിന് വേണ്ടി നമ്മൾ വേറെ ഒരാളെ ബുദ്ധിമുട്ടിക്കാനും താല്പര്യമില്ലായിരുന്നു. എനിക്ക് നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും അതില്ല, നമ്മളുടെ വി ആർ ടേക്കിംഗ് ദ റിസ്ക്. അപ്പോൾ ഞാനതിനെ ആലോചിച്ച് എത്രയോ നഷ്ടം വരാൻ സാധ്യതയുണ്ട്, ആ നഷ്ടം നമുക്ക് എങ്ങനെ നികത്താം. അപ്പം ഞാൻ പ്ലാൻ ചെയ്തത് ഇത് സിനിമ ഇറങ്ങിയാൽ ഇല്ലെങ്കിലും ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ എനിക്കും വൈഫിനും വേണേൽ വി ക്യാൻ ഗോ ടു അമേരിക്ക ഓർ സംവെയർ. അപ്പോൾ അവിടെ 2 വർഷമൊക്കെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ലോസ് നികത്താൻ പറ്റും. ദെൻ വി ക്യാൻ കം ബാക്ക്. അപ്പോൾ ഈ സിനിമ ഒന്നും ആയില്ലെങ്കിലും അത് ഫിലിം റോളോ ഡിജിറ്റൽ ടേപ്പോ ഒക്കെ ആയിട്ട് നമ്മുടെ ബെഡ്റൂമിൽ ഇരുന്നാൽ പോലും ഐ വുഡ് നോട്ട് ഹവ് റിഗ്രറ്റഡ് ഇറ്റ്. അപ്പോൾ പക്ഷേ അത് ചെയ്യാതെ മുന്നോട്ട് പോകുന്നതിൽ ഒരർത്ഥവുമില്ല എന്ന് ഭയങ്കര ശക്തമായിട്ട് തോന്നി. ബിക്കോസ് എനിക്കെപ്പോഴും പേടി ഉണ്ടായിരുന്ന ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഒരു 50 വയസ്സായിട്ട് ഇപ്പോൾ ഞാൻ വല്ല കാലിഫോർണിയയിൽ ഒരു തിരക്കേടില്ലാത്തൊരു വില്ലയിലൊക്കെ ഇരുന്നിട്ട് അവിടെ അത്യാവശ്യം ചെയ്ത സാഹചര്യങ്ങളെല്ലാം ഉണ്ടാവും. എന്നിട്ട് ഞാൻ തിരിഞ്ഞാലോചിക്കണം, അയ്യോ 30-ാം വയസ്സിൽ അങ്ങനെ ഇത് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പം ഞാൻ ആഗ്രഹിച്ച പോലത്തെ ലൈഫ് ഉണ്ടായേനെ എന്ന് തോന്നിയാൽ ലൈഫ് ഈസ് എ ഫെയിലിയർ. നമ്മൾ ആൾക്കാരെന്ത് വിചാരിച്ചു നമ്മൾ അതിൻ്റെ കാര്യമില്ല. എന്നെ സംബന്ധിച്ച് എൻ്റെ ലൈഫ് ഫെയിലിയറാണ്. അപ്പോൾ അതാവരുത് എന്നുണ്ടായിരുന്നു. അപ്പം ഐ വുഡ് ഹവ് പ്രിഫേർഡ് ടു കീപ് സ്ട്രഗ്ലിങ് ദാൻ ടേക്കിംഗ് ദാറ്റ് സേഫ് പാത്ത്. പാസഞ്ചർ എന്ന് പറയുന്നൊരു സിനിമ ഉണ്ടാക്കണം, എൻ്റെ ആകെ ഉണ്ടായിരുന്ന സ്ക്രിപ്റ്റായിരുന്നു. എനിക്ക് ഡയറക്റ്റ് ചെയ്ത് പരിചയമില്ല, ഞാൻ ആരും അസിസ്റ്റ് ചെയ്തിട്ടില്ല, ഞാൻ ഷൂട്ടിംഗ് പോലും കാര്യമായിട്ട് കണ്ടിട്ടില്ല.
അപ്പോൾ അങ്ങനെ ഞാൻ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ, അപ്പോൾ ഞാനത് പ്രൊഡ്യൂസ് ചെയ്യാം എന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ആ സിനിമയിൽ അതിനുശേഷം എനിക്ക് എപ്പോഴും ഉണ്ടായിട്ടുള്ളൊരു ഫസ്റ്റ് മീറ്റിങ്സാണ്. എപ്പോഴും ഇപ്പോൾ ശ്രീനിവാസനോട് ഉണ്ടായിട്ടുള്ള ഫസ്റ്റ് മീറ്റിംഗ് അപ്പോൾ തന്നെ പുള്ളി ഓക്കെ പറയുന്നു. ദിലീപായിട്ടുള്ളൊരു മീറ്റിംഗാണ്, അപ്പോൾ തന്നെ പുള്ളി ഓക്കെ പറയുന്നു. അതിന് ചിന്തകൾ ഉണ്ടായിട്ടില്ല. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടും പിന്നെയും നമ്മൾ സിനിമകൾ ചെയ്യും. ഒന്നാമത് ഞാൻ ഒരു കാര്യത്തിന് ഒരാളെ സമീപിക്കുന്നത് എനിക്ക് അത്രയും ക്ലാരിറ്റി വന്നതിന് ശേഷമേ സമീപിക്കാറ്. ഒരു സംശയത്തിലോ അല്ലെങ്കിൽ ചിലപ്പോൾ അല്ലെങ്കിൽ പിന്നീട് നമുക്ക് ചെയ്യാം ഒരു ഐഡിയ ആയിട്ട് ഒരിക്കലും ഒരാളെ സമീപിക്കാറില്ല. ബിക്കോസ് ഐ ആം കംപ്ലീറ്റ്ലി റെഡി ടു മേക്ക് ദിസ് എന്നുള്ള സമയത്ത് ഞാൻ ഒരു ആക്ടറിനെയോ മറ്റാരെങ്കിലും സമീപിക്കാറുണ്ട്. അതിനുശേഷം അത് പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരാൾ വന്നു. അത് ശ്രീനിവാസനാണ് പ്രൊഡ്യൂസറെ റെഡിയാക്കിയത്. ഒരു ട്രേഡ് വന്നു ആ സിനിമയിലോട്ട്. അപ്പം എനിക്ക് കുറേ കൊണ്ട് റിലാക്സ്ഡ് ആയിട്ട് ആ സിനിമ ചെയ്യാനും പൂർത്തിയാക്കാനും ഞാൻ പ്രതീക്ഷിക്കാത്ത പോലെ ആ സിനിമ റിലീസ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. ആ സിനിമ റിലീസ് ചെയ്യാൻ പറ്റി. ആ സിനിമ അതായത് ബിക്കോസ് ഐ വാസ് ട്രൈങ് ഫോർ ആക്ടേഴ്സ് ടു മേക്ക് പാസഞ്ചർ. അപ്പം ഒരു ഘട്ടത്തിൽ ഞാൻ വിചാരിച്ചു ആരും കിട്ടിയില്ലെങ്കിൽ പ്രോബ്ലം അവിടെ ആക്റ്റഡ്. അത് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അത് ആ സിനിമ ഉണ്ടാക്കണം എന്നുള്ളതായിരുന്നു. എനിക്കെപ്പോഴും തിരിഞ്ഞു നോക്കുമ്പോൾ തോന്നും അന്ന് ആ സിനിമ ചെയ്ത് ഭയങ്കര നന്നായി എന്ന് തോന്നും. കാരണം ഇന്നായിരുന്നെങ്കിൽ ഞാൻ വല്ല ഷോർട്ട് ഫിലിമൊക്കെ ഉണ്ടാക്കിയിട്ട് യൂട്യൂബിലിട്ട് ഞാൻ ഹാപ്പി ആയിരുന്നു ചിലപ്പോൾ. അന്ന് അതിലൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ബിക്കോസ് വി വാണ്ടഡ് ദ പീപ്പിൾ ടു സീ ഇറ്റ് ആൻഡ് ദർ വാസ് അബ്സല്യൂട്ട്ലി നോ മീഡിയം. ഞാൻ പാസഞ്ചർ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തിങ്കൾ മുതൽ വെള്ളി ഒരു ജോലിയായിരുന്നു. സാറ്റർഡേയ്സ് ഓഫ് കോഴ്സ് എനിക്ക് വല്ല ഷൂട്ടിംഗ് കാണാൻ പോകാൻ അവസരം ഉണ്ടെങ്കിൽ പോകുമായിരുന്നു. അല്ലാത്ത സമയത്ത് എൻ്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ കാർ എടുക്കും, ദെൻ ഐ വിൽ ഡ്രൈവ് ടു എ റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ ഞാൻ ഡ്രൈവ് ചെയ്യാതെ പോകാത്ത റെയിൽവേ സ്റ്റേഷൻസ് ഇല്ല കേരളത്തിൽ. ബിക്കോസ് ഐ വാസ് ലുക്കിംഗ് ഫോർ ദ റൈറ്റ് പ്ലേസസ് ടു ഷൂട്ട് ഇറ്റ്. എനിക്ക് 3-4 റെയിൽവേ സ്റ്റേഷൻ വേണമായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് സിനിമ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് തുടങ്ങാറായപ്പോഴെനിക്ക് മനസ്സിലായത് അതൊക്കെ വേസ്റ്റ് ആയിരുന്നു. കാരണം ഇവിടെ ഷൂട്ട് ചെയ്യാൻ കിട്ടുന്ന 2 സ്റ്റേഷനേ ഉള്ളൂ വിത്ത് ട്രെയിൻ. അപ്പോൾ മറ്റതെല്ലാം വേസ്റ്റാണ്. പക്ഷേ ദാറ്റ് വാസ് അഗെയിൻ എൻ എക്സ്പീരിയൻസ്. അത് ഓരോ യാത്രയും നമ്മളുടെ ആ കഥയിലോട്ട് കൂടുതൽ അടുപ്പിച്ചിട്ടുണ്ട്, കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരിക്കലും അതൊരു എടുത്തുചാട്ടമായിരുന്നോ അത് ചലഞ്ചായിരുന്നോ ഒന്നും തോന്നുന്നില്ല. ബിക്കോസ് ഐ വാസ് സോ റെഡി ടു ഡു ഇറ്റ്. ഐ വാസ് വെരി ഷുവർ ഓഫ് ദാറ്റ് ഫിലിം. ആ സിനിമ ഉണ്ടാക്കണം എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ലായിരുന്നു. ആ സിനിമ ഉണ്ടാക്കിയത് ഒരിക്കലും ഇവിടുത്തെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടല്ല, എനിക്ക് വേണ്ടി ഉണ്ടാക്കിയൊരു സിനിമയാണ്. അർജുനൻ സാക്ഷിയിൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരു സിനിമ ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നു സിനിമയിൽ വരുമ്പോൾ. അപ്പോൾ പാസഞ്ചർ ചെയ്തിട്ട് രണ്ടാമത്തെ സിനിമ ചിന്തിച്ചിട്ടേ ഇല്ല. ബിക്കോസ് ഐ നെവർ തോട്ട് ദാറ്റ് ഐ വിൽ ഗെറ്റ് എൻ ഓപ്പർച്യൂണിറ്റി ടു മേക്ക് അനദർ ഫിലിം. അപ്പോൾ പാസഞ്ചർ ബിക്കെയിം എ ഹ്യൂജ് സക്സസ് ബോത്ത് കമേഴ്ഷ്യലി ആൻഡ് ക്രിട്ടിക്കലി. എന്നെ അത് പക്ഷേ വളരെ ചെറിയ രീതിയിലാണ് എന്നത് സ്വാധീനിച്ചുള്ളത്. ബിക്കോസ് എനിക്ക് ഓർമ്മയുണ്ട് പാസഞ്ചർ റിലീസ് ചെയ്തിട്ട് ഞാൻ സെക്കൻഡ് ഷോ ആണ് സിനിമ കാണുന്നത്. സെക്കൻഡ് സിനിമ കണ്ട് പിറ്റേ ദിവസം രാവിലെ ഞാൻ ഓഫീസിൽ പോയിരുന്നു. സോ ഇറ്റ് വാസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. അപ്പോൾ അത് ഒരിക്കലും ഇറ്റ് നെവർ വെൻ ടു മൈ ഹെഡ് ഓർ എനിത്തിങ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഒരുപാട് ഓഫേഴ്സ് വന്നു, ഒരുപാട് സിനിമകൾ ചെയ്യാനുള്ളത്. സോ ദർ വാസ് എൻ ഓപ്പർച്യൂണിറ്റി ടു മേക്ക് അനദർ ഫിലിം. അപ്പം അതെന്ത് സിനിമ ഉണ്ടാക്കാം എന്ന് ആലോചിച്ചപ്പോഴാണ് അർജുനൻ സാക്ഷിയുടെ തോട്ട് ആക്ച്വലി ഇറ്റ് വാസ് സംതിങ് വിച്ച് ഐ വാണ്ട് ടു മേക്ക് ഡ്യൂറിങ് മൈ എഞ്ചിനീയറിംഗ് ഡേയ്സ്. അന്നാണ് അതിൻ്റെ തോട്ടൊക്കെ ആദ്യമായിട്ട് വരുന്നത്. ബിക്കോസ് ഞാൻ എൻ്റെ എഞ്ചിനീയറിംഗ് ഫൈനൽ ഇയർ ഞങ്ങൾക്കൊരു പേപ്പർ പ്രസൻറ്റ് ചെയ്യണം. ഇപ്പോൾ പേപ്പർ പ്രസൻറ്റേഷന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് റിസർച്ച് ചെയ്യുമ്പോഴാണ് ആലുവയിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന ഒരു മെട്രോ റെയിലല്ല, ഒരു ട്രാം പ്രോജക്റ്റിനെ കുറിച്ചിട്ട് ഞാൻ അന്ന് വായിക്കുന്നു. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി ആ പ്രോജക്റ്റിനെ കുറിച്ച്. കാരണം എനിക്ക് തോന്നി ഇറ്റ് ഈസ് എ മൈൽ സ്റ്റോൺ. ബിക്കോസ് ഞങ്ങളിപ്പം വീക്കെൻഡ്സൊക്കെ ഞാൻ കോതമംഗലത്താണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ വീക്കെൻഡ്സൊക്കെ എറണാകുളത്ത് വരും. അപ്പം നമ്മൾ അന്നും ഇവിടെ ട്രാഫിക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഇത് എന്തൊരു ഒരു ഡെവലപ്മെൻറ്റ് ഒരു വലിയൊരു മൈൽ സ്റ്റോണാണ് കേരളത്തിൽ ഈ പ്രോജക്റ്റ്, ഇഫ് ഇറ്റ് ഹാപ്പൻസ്. ബിക്കോസ് അന്നത് 2000-ലാണ് അത് വരാൻ പോകുന്നതെന്ന് പറഞ്ഞത്. ഇഫ് ഇറ്റ് ഹാപ്പൻസ് ഒരു 100 കൊല്ലം കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവും. ഓരോ ദിവസവും അതിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ ട്രാവൽ ചെയ്യാൻ പോകണം. സോ ഇറ്റ് ഈസ് ഗോയിങ് ടു സേവ് probably a couple of hours in each of that person's life എന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര ഡിഫറൻസാണ് ഒരു ഫോർ എ കമ്മ്യൂണിറ്റി ആൻഡ് ഫോർ എ സൊസൈറ്റി. അപ്പം വളരെ ആവേശത്തിലാണ് ഞാൻ ആ സെമിനാറൊക്കെ എടുത്തത് ആ പ്രോജക്റ്റിനെ കുറിച്ചിട്ട്. കൽക്കട്ടയിൽ ട്രാംസ് ഉണ്ട് കമ്പയറിംഗ് ഒക്കെ ചെയ്തിട്ട്. ഞാൻ 2000-ൽ ഒരു ജോലിയൊക്കെ കിട്ടി കൊച്ചിയിൽ വന്നപ്പോൾ ഐ എൻക്വയർഡ് അബൌട്ട് ദിസ് പ്രോജക്റ്റ്. അപ്പോൾ അങ്ങനെ ഒരു പ്രോജക്റ്റ് അപ്പോൾ പറഞ്ഞു എന്തോ ചില ടെക്നിക്കൽ ഡിലേ ഉണ്ട്. 2002-ലാണ് അത് വരാൻ പോകുന്നത്. അപ്പം 2002-ൽ ഐ അഗെയിൻ എൻക്വയർഡ് GCT. സോ അപ്പോൾ അങ്ങനെ പ്രോജക്റ്റ് ഇല്ല, ഇറ്റ് എൻഡഡ് അപ്പ് ഇൻ പേപ്പേഴ്സ്. ആ തോട്ട് അവിടെ നിന്നാണ് വരുന്നത്. ബിക്കോസ് എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം ഇത് സംഭവിക്കില്ല? ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പാസഞ്ചർ കഴിഞ്ഞിട്ട് ഞാൻ ദുബായിൽ ആദ്യമായിട്ട് പോയപ്പോൾ അവിടെ മെട്രോയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. 6 മാസം കഴിഞ്ഞിട്ട് ഞാൻ പോയപ്പോൾ അവിടെ മെട്രോ വന്നു കഴിഞ്ഞു.
അപ്പോൾ ഇവിടെ മാത്രം നമ്മളിത് കേരളത്തിൽ മാത്രം, മദ്രാസിലാണേലും ഈ പറയുന്ന ചെന്നൈയിലാണേലും ബോംബെയിലാണേലും ഡൽഹിയിലാണേലും എല്ലാവിടെയും വരുന്നു. ഇവിടെ മാത്രം വരുന്നില്ല, എന്തുകൊണ്ട് വരുന്നില്ല? ഐ ഫെൽറ്റ് ഇറ്റ് ഈസ് എ വെരി റെലവൻറ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിന് ബേസ് ഒരു സിനിമ ഉണ്ടാക്കണം എന്ന് അന്നോട്ടേ ഉണ്ടായിരുന്ന ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ഈ ഒരു തോട്ടും ഇങ്ങനെ ഒരാളും ഒക്കെ ആയിട്ടുള്ള കോൺസെപ്റ്റും എല്ലാം ഉണ്ടായിരുന്നു. സോ ഐ ഫെൽറ്റ് ആഫ്റ്റർ പാസഞ്ചറും ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡെറിവേറ്റീവ് ആണെന്ന് ആണെങ്കിൽ പറയാം. എല്ലാം തമ്മിൽ കണക്ഷൻസ് ഉണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലെന്നുള്ളൂ, എനിക്ക് മനസ്സിലാവും എങ്ങനെയാണ്. അപ്പോൾ അർജുനൻ സാക്ഷി ഇതിൽ പറ്റിയ എനിക്ക് വെൻ ഐ ലുക്ക് ബാക്ക് ദ പ്രോബ്ലം വിത്ത് അർജുനൻ സാക്ഷി വാസ് പാസഞ്ചർ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മുമ്പിലുണ്ടായിരുന്നു ഞാൻ മാത്രമായിരുന്നു ഓഡിയൻസ്. വാസ് നോട്ട്, എനിക്ക് ട്രേഡിനെ കുറിച്ച് ഒന്നും അറിയില്ലത്. ഇത് എനിക്ക് ആകെ അറിയാവുന്ന തിയേറ്റർ എന്ന് പറഞ്ഞാൽ 1-2 തിയേറ്ററാണ്. തൃശ്ശൂർ 2 തിയേറ്ററും എറണാകുളത്ത് 2 തിയേറ്ററും മാത്രമേ അറിയുള്ളൂ. വേറെ എനിക്കൊന്നും അറിയില്ല. ഇതിൻ്റെ ബിസിനസ്സോ മറ്റു കാര്യങ്ങളോ ഒന്നും അറിയില്ല. ആ അറിവില്ലായ്മയായിരുന്നു പാസഞ്ചറിൻ്റെ ഏറ്റവും വലിയ ഗുണം. അർജുനൻ സാക്ഷിയിലൂടെ എത്തിയപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അറിഞ്ഞോ അറിയാതെയോ ഇറ്റ് വെൻറ്റ് ഇൻ ടു മൈ സിസ്റ്റം. ആ സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ സ്ക്രിപ്റ്റിങ്ങിലൊക്കെ ഏറ്റവും കൂടുതൽ കുഴപ്പം ചെയ്ത് അതാണെന്നാണ് എനിക്ക് പിന്നീട് തോന്നിയിട്ടുള്ളത്. കാരണം സോ ഐ വാസ് ട്രൈങ് ടു കേറ്റർ ടു എൻ ഓഡിയൻസ്. അപ്പം ഇനൂൺ ഷോന് പോകുന്ന ഫാമിലീസൊന്നും പോകാൻ പറ്റില്ല. സോ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സാണ് പോകുന്നത്. സോ ദർ ഷുഡ് ബി സംതിങ് ഇൻ ഇറ്റ് ഫോർ ദ ഓട്ടോ ഡ്രൈവേഴ്സ്. അപ്പോൾ സെക്കൻഡ് ഷോയിൽ ഫാമിലീസൊക്കെ ആയിരിക്കും. അപ്പോൾ അവർക്ക് ദർ ഷുഡ് ബി സംതിങ് ഇൻ ഇറ്റ്. അങ്ങനെ ഡൈല്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എപ്പോഴും ഒരു ദുഃഖം തോന്നുന്നൊരു സിനിമ അതാണ്. ഇറ്റ് ഷുഡ് ഹാവ് ബീൻ മെയ്ഡ് ഇൻ ടു എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എ ഫിലിം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇൻ എ ഡിഫറെൻറ്റ് വേ എന്ന് എനിക്ക് ശക്തമായിട്ട് തോന്നുന്നൊരു കാര്യമാണ്. പക്ഷേ ഈവൻ ഇൻ ദ ഫോം ഇറ്റ് ഈസ് മെയ്ഡ്. ഇപ്പോഴും ആൾക്കാർ തിരിഞ്ഞു നോക്കിയിട്ട് ഞാൻ ചെയ്തിട്ടുള്ള നല്ല സിനിമയാണ്, അത് അന്ന് കാലത്തിന് മുമ്പേ വന്ന സിനിമയാണെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ എനിക്ക് നിരാശയുള്ള ഒരു സിനിമയാണ് അർജുനൻ സാക്ഷി. അത് എനിക്കതിൽ അഗെയിൻ ഇന്നിപ്പോൾ കറണ്ട് ഫോമിൽ തന്നെ അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നാണ് ഞാൻ ഉണ്ടാക്കിയിരുന്നെങ്കിൽ അവിടെ മേഡ് ഇറ്റ് ടോട്ടലി ഡിഫറെൻറ്റ്. എൻ്റെ ഫിലിം അത് വേറെ കാര്യം. പക്ഷേ അന്ന് തന്നെ ആ സിനിമയുടെ ഒരു വലിയ കുഴപ്പമുണ്ടായിരുന്നു എൻ്റെ ക്ലൈമാക്സിലായിരുന്നു. ആ ക്ലൈമാക്സ് ആക്ച്വലി അങ്ങനെയല്ല അതിൻ്റെ സ്ക്രീൻ പ്ലേ, ഒറിജിനൽ സ്ക്രീൻ പ്ലേ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ സംഭവിച്ചത് വി വെൻറ്റ് ഇൻ ടു എ ഫിനാൻഷ്യൽ ക്രൈസിസ് വൈൽ ഷൂട്ടിംഗ് ദ ഫിലിം. അപ്പോൾ ഐ ഹാഡ് ടു ടേക്ക് എ കോൾ. എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ല, അപ്പോൾ നമ്മൾ ഷൂട്ടിംഗ് നിർത്തിവെച്ചാൽ ഉള്ള സംഭവം എന്ന് വെച്ചാൽ പിന്നെ നമുക്ക് തുടങ്ങണമെങ്കിൽ ഒരു 6 മാസം കഴിയണം. കാരണം ബിജു മേനോൻ്റെ ലുക്ക് മാറിപ്പോകും, പൃഥ്വിരാജിൻ്റെ ഒരു വേറെ ഡേറ്റ് പ്രോബ്ലംസ് ഉണ്ട്. അപ്പം ഒരു ക്ലൈമാക്സ് പോർഷൻ ഷൂട്ട് ചെയ്യണമല്ലോ. അപ്പോൾ അത്രയും നമ്മൾ വെയിറ്റ് ചെയ്യണം ഇത് ചെയ്യാൻ വേണ്ടി. അല്ലെങ്കിൽ വി ഹാവ് ടു കോംപ്രമൈസ് ആൻഡ് ഷൂട്ട്. അപ്പോൾ അത് ചെയ്തത് എൻ്റെ ഓവർ കോൺഫിഡൻസ് കൊണ്ട് മാത്രമാണ് ഞാൻ ചെയ്തത്. ബിക്കോസ് ഐ വാസ് സോ കോൺഫിഡൻറ്റ് അബൌട്ട് ദ ഫിലിം ദറ്റ് ഐ ഫെൽറ്റ് അത്രയും നന്നായിട്ട് ഉണ്ടാക്കിയൊരു ഫിലിമാണ്. സോ ഇറ്റ് വിൽ വർക്ക് എന്നെനിക്ക് തോന്നിയിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊരു കോൺഷ്യസ്നെസ് കുറവായിരുന്നു, എക്സ്പീരിയൻസ് കുറവും ഉണ്ടായിരുന്നു. ഇന്നാണ് അങ്ങനെ ചെയ്യില്ല. അപ്പോൾ അതിൽ ഒരു 4 ദിവസം കൊണ്ട് നമ്മളെടുക്കാൻ പ്ലാൻ ചെയ്ത ക്ലൈമാക്സ് ആണ് നമ്മൾ ഒരു 1/2 ദിവസം കൊണ്ടാണ് ഷൂട്ട് ചെയ്തത്. ബട്ട് ഐ വാസ് സ്റ്റിൽ കോൺഫിഡൻറ്റ് ഓഫ് ദ ഫിലിം. അപ്പോൾ ഇറ്റ് ഡിഡ് നോട്ട് വർക്ക്. അപ്പോൾ അത് എൻ്റെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി എനിക്ക് തന്നെയാണ് അന്ന് അത് വിജയിക്കാതിരുന്നതിന്. ഇറ്റ് എഫക്റ്റഡ് മീ വെരി ബാഡ്ലി ദ ഫെയിലിയർ ഓഫ് ദാറ്റ് ഫിലിം. ബിക്കോസ് എൻ്റെ ലൈഫിൽ ഞാൻ ഫേസ് ചെയ്യുന്നൊരു ഫസ്റ്റ് ഫെയിലിയർ ആയിരുന്നു. അപ്പോൾ ദാറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ടേക്ക്. ബിക്കോസ് നമ്മൾ അന്ന് വരെ ചെയ്തിട്ടുള്ള എല്ലാ കാര്യത്തിലും വി ഹാവ് ബീൻ സക്സസ്ഫുൾ. ഞാൻ പഠിക്കുമ്പോൾ ഐ വാസ് എ വെരി ഗുഡ് സ്റ്റുഡൻറ്റ്. പലപ്പോഴും നമ്മൾ ടോപ്പ് ചെയ്യാറുണ്ട് ക്ലാസ്സിൽ. ഇപ്പോൾ എനിക്ക് സിനിമയായിരുന്നു ഇഷ്ടം. പക്ഷേ ഐ മൈസെൽഫ് ഡിസൈഡഡ് ടു സ്റ്റഡി എഞ്ചിനീയറിംഗ്. ഐ ഈസിലി ഗോട്ട് an admission in engineering. Engineering, pass out of engineering. I wanted a job, I very easily got a job. I wanted to get married, I very easily got married. So I wrote screenplays, it was very hugely successful. I wanted to make a film. ഞാൻ ടോട്ടലി ഔട്ട്സൈഡ് ആയിട്ട് നമ്മൾ സിനിമ ചെയ്തു. ഇറ്റ് വാസ് എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആയിരുന്നു. സോ ഐ ഹാഡ് സീൻ ഓൺലി സക്സസ് ഇൻ മൈ ലൈഫ് സോ ഫാർ. അപ്പം അർജുനൻ സാക്ഷി വാസ് ദ ഫസ്റ്റ് ഫെയിലിയർ. സോ ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട് ടു ടേക്ക് ഫെയിലിയർ.